ഹായ്. ഈ കാലാട്ടിയിരിക്കുന്ന സന്തോഷമൊന്നും ഈ കുട്ടീൻ്റെ ഉള്ളിലില്ല കേട്ടോ. കാരണം വളരെ വിഷമത്തോടു കൂടിയാണ് ഈ കുട്ടി ഈ ബുക്ക് വായിച്ചിരിക്കുന്നത്. ആദ്യത്തെ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ അതിനേക്കാളും ഞെട്ടിയെങ്കിലും മാനസിക വിഷമത്തിൽ നിന്നൊരു ഉയർച്ച ഉണ്ടായി എന്നുള്ള സന്തോഷമാണ് ആ മുഖത്ത് കാണുന്നത്. അപ്പോൾ വിഷയത്തിലേക്ക് കടക്കാം. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയത് കാരണം വീട്ടുകാർ എനിക്ക് വെളിച്ചെണ്ണ തരുന്നില്ല. അപ്പോൾ ഞാൻ വല്ലപ്പോഴേ തല കഴുകാറുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ തലയിൽ തേക്കണം, മുഖത്ത് കൈക്ക് കാലിനൊക്കെ തേക്കണം. പക്ഷേ വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയെന്ന് പറഞ്ഞിട്ട് വെളിച്ചെണ്ണ കുപ്പി ഞാൻ നിൽക്കുന്നിടത്തില്ല. ഞാൻ നിൽക്കുമ്പോൾ വെളിച്ചെണ്ണ കാണൂല, വെളിച്ചെണ്ണ കാണുമ്പോൾ ഞാൻ ഉണ്ടാവില്ല. അങ്ങനൊരവസ്ഥ വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഇവിടെ പോയാൽ വെളിച്ചെണ്ണ ഇഷ്ടം പോലെ. വീട്ടുകാർ വെളിച്ചെണ്ണ കുപ്പി വെച്ച് തരാൻ മാത്രമേ ചെയ്യുള്ളൂ. തലയിൽ തേച്ച് തരും, മസാജ് ചെയ്ത് തരും. സമാധാനത്തിൽ നമുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ആ ബൗള് വെളിച്ചെണ്ണ എൻ്റെ തലയിൽ തന്നെ ഒഴിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പഴയ കാല ഓർമ്മകളിലേക്കൊന്ന് പോയി. ഞാൻ ആദ്യം ഒരു വീട്ടിലേക്ക് പോയപ്പോൾ ആ വീട്ടിൽ തന്നെയായിരുന്നു എനിക്ക് താമസിക്കേണ്ട സിറ്റുവേഷൻ. ആ വീട്ടിലുള്ള ഒരാളില്ലേ എപ്പോഴും വെളിച്ചെണ്ണ കുപ്പി ടൈറ്റാക്കിയിട്ട് മൂടി വെക്കും. പ്ലാസ്റ്റിക് ബോട്ടിലാണ്. പക്ഷെ അന്നൊന്നും വെളിച്ചെണ്ണയ്ക്ക് അത്ര വിലയില്ല. പക്ഷെ ഒരു കൊണ്ടുവരുന്ന വെളിച്ചെണ്ണ. എന്നാലും ഞാൻ ചെറുപ്പം തൊട്ടേ ശീലിച്ചതാണ് മുഖത്തും കൈക്കും കാലിനൊക്കെ കുളിക്കുന്നതിന് മുന്നേ വെളിച്ചെണ്ണ തേക്കൽ. പക്ഷെ അത് അവർക്ക് ഇഷ്ടമില്ല. ഓരത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനായിട്ട് ഇവർ വെളിച്ചെണ്ണ കുപ്പി ടൈറ്റാക്കി മൂടും. എനിക്ക് എത്ര ശ്രമിച്ചാലും തുറക്കാൻ കഴിയില്ലേ. അങ്ങനെ ഒരു ദിവസം ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഈ വെളിച്ചെണ്ണ കുപ്പി പ്ലാസ്റ്റിക് ബോട്ടിലായതുകൊണ്ട് അത് ഞാൻ കത്തി ചൂടാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ച്. അപ്പോൾ പിന്നെ അത് കണ്ടപ്പോൾ ഇവർക്ക് അറ്റാക്ക് വരുന്ന പോലെ ടെൻഷനായി. അപ്പോൾ ഇവരെന്ത് ചെയ്ത് ആ വെളിച്ചെണ്ണ കുപ്പി പിന്നെ അങ്ങനെ ടൈറ്റാക്കാതെ ലൂസാക്കി വെക്കാൻ തുടങ്ങി. കാരണം ആ മൂടി ഇല്ലെങ്കിൽ അതിനപ്പുറം പുറത്തേക്ക് പോകുമല്ലോ. അപ്പോൾ ആ നഷ്ടവും കൂടെ സഹിക്കണ്ടേ. പിന്നെ ഈ കുരുത്തം കെട്ടതിനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനത്തെ അനുഭവങ്ങൾക്കൊക്കെ ഉണ്ടോ? ഓക്കെ, ബൈ.